2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം ഇങ്ങനെയാണ്: നമുക്ക് ബെത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. നമുക്ക് ബെത്ലഹേം വരെ പോകാം. ഞാനൊരു സംഭവ കഥ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് അവതരിപ്പിക്കുക. ഒരു പപ്പായും പപ്പായുടെ മകളും, അമ്മ മരിച്ചു. പപ്പായും പപ്പായുടെ മകളും മാത്രമാണ്. ദരിദ്രമായിട്ടുള്ളൊരു കുടുംബമാണ്. ജീവിക്കാൻ അധ്വാനിക്കണം, വക തേടണം. അങ്ങനെ ക്രിസ്മസ് സീസൺ ആയപ്പോൾ അവർ ഇങ്ങനെ ചിന്തിച്ചു, നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ട് അത് വിൽക്കാം. അങ്ങനെ ക്രിസ്മസ് ട്രീയിൽ നിന്നും നമുക്ക് ഇപ്രാവശ്യത്തെ ക്രിസ്തുമസ് ആഘോഷിക്കാം. അങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി. അതിനുശേഷം ഈ ട്രീയുമായിട്ട് ഈ പപ്പായും ഈ മകളും റോഡരികിൽ അത് വിൽക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, അവർ വിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പേരൊക്കെ അതിലൂടെ കടന്നു പോകുന്നുണ്ട്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ അവസാനം ദമ്പതികൾ, ഒരു ഭാര്യയും ഭർത്താവും ആ വഴിയിലൂടെ വന്നപ്പോൾ പപ്പ അവരെ തടുത്തു നിർത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഒരു ട്രീ വാങ്ങിക്കാവോ? ഉടനെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ക്രിസ്മസ് ഫീൽ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രീ വേണ്ട. ഈ പപ്പ ഒരുപാട് നിർബന്ധിച്ചു, ഈ മകൾ ഒരുപാട് നിർബന്ധിച്ചു. പക്ഷെ അവർ വഴങ്ങിയില്ല. കാരണം അവർക്ക് ക്രിസ്മസിന്റെ സന്തോഷമൊന്നുമില്ല, ആ ഫീൽ അങ്ങോട്ട് നഷ്ടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ക്രിസ്മസ് ട്രീ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ ദമ്പതികൾ കടന്നു പോവുകയാണ്. വീണ്ടും കുറെ കഴിഞ്ഞപ്പോൾ ഒരു യുവതി വരുന്നുണ്ട്, എനർജറ്റിക് ആയിട്ടുള്ളൊരു യുവതിയാണ്. ഉടനെ ഇവർക്കൊരു പ്രതീക്ഷ, വാങ്ങുമായിരിക്കും ട്രീ. അങ്ങനെ അവളെയും തടുത്ത് നിർത്തിയിട്ട് ഈ മകളും പപ്പായി പറഞ്ഞു, ഒരു ട്രീ വാങ്ങിക്കാവോ? കാരണം ഈ ട്രീ കിട്ടി വിറ്റിട്ട് വേണം ഇവർക്ക് ക്രിസ്മസിന്റെ ഭക്ഷണവും ഈ മോൾക്കൊരു ഉടുപ്പും വാങ്ങിക്കാൻ. അങ്ങനെ അവളെയും നിർബന്ധിച്ചു. പക്ഷെ അവളും പറഞ്ഞു, എനിക്ക് ക്രിസ്മസ് ഫീൽ നഷ്ടപ്പെട്ടു, ക്രിസ്മസിന്റെ സന്തോഷം എനിക്കില്ല, അതുകൊണ്ട് ട്രീ എനിക്ക് ആവശ്യമില്ല. വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഇവൾ ഒരുപാട് ഷൗട്ട് ചെയ്തു. നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞില്ല വേണ്ടെന്ന് പറഞ്ഞിട്ട്. അവസാനം ഈ യുവതിയും കടന്നു പോവുകയാണ്. വീണ്ടും മുന്നോട്ട് കടന്നു വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിധവ ആ വഴിക്ക് പോവായിരുന്നു. അപ്പോൾ ആ വിധവയെയും വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഒരു ട്രീ വാങ്ങിക്കണം. അവൾ വലിയ വിഷമത്തിലായിരുന്നു. ഒരുപാട് നിർബന്ധിച്ചിട്ടും അവളും പറഞ്ഞു, എനിക്ക് ക്രിസ്മസ് ഫീൽ ഇല്ല, എനിക്ക് ക്രിസ്മസ് ഫീൽ നഷ്ടപ്പെട്ടു, സോ ട്രീ കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല, നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. അവളും അത് വാങ്ങിക്കാതെ കടന്നു പോവുകയാണ്. ഉടനെ പപ്പയ്ക്ക് ഭയങ്കര വിഷമമായി. കാരണം ആരും ട്രീ വാങ്ങിക്കുന്നില്ല. കാരണം ഈ ട്രീ വിറ്റിട്ട് വേണം എന്തെങ്കിലും ഭക്ഷണം ഒന്ന് വാങ്ങിക്കാനായിട്ട്, ഈ കുഞ്ഞുമോൾക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ പപ്പ അങ്ങനെ വിഷമിച്ച് ഈ മോളും വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയപ്പോൾ പപ്പായ്ക്ക് ഭയങ്കര വിഷമം. അപ്പോൾ ഈ മോളോട് പറഞ്ഞു, മോളെ, ഈ അല്പസമയം കഴിഞ്ഞാൽ ഈ ട്രീ ഒക്കെ വേസ്റ്റാ, യൂസ്ലെസ്സാ, പിന്നെ പ്രയോജനമില്ല. അങ്ങനെ പപ്പ ഈ കാര്യം മോളോട് പറഞ്ഞു. ഉടനെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മ ഈ കുഞ്ഞുമോൾക്ക് ഒരു ലോക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവൾ കഴുത്തിലിട്ടിട്ടുണ്ട്. അതിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ക്രിസ്മസ് ഈസ് നോട്ട് റിസീവിങ് ബട്ട് ഗിവിങ്. ക്രിസ്മസ് ഇറ്റ് ഈസ് നോട്ട് റിസീവിങ് ബട്ട് ഗിവിങ്. ക്രിസ്മസ് എന്ന് പറയുന്നത് വാങ്ങിക്കലല്ല, ക്രിസ്മസ് എന്ന് പറയുന്നത് കൊടുക്കലാണ്. ഇത് വായിച്ച ഉടനെ ഇവൾ ഈ പപ്പായോട് പറഞ്ഞു, പപ്പ ഒരു കാര്യം പറഞ്ഞില്ലേ, അല്പസമയം കഴിഞ്ഞാലേ ഈ ക്രിസ്മസ് ട്രീയുടെ ഇതൊക്കെ വേസ്റ്റായി മാറും, പ്രയോജനമില്ലാതായി തീരും. അതുകൊണ്ട് കാര്യം ചെയ്യാം പപ്പ, ഈ ട്രീ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുത്താലോ? നമ്മുടെ മക്കള് ഇങ്ങനത്തെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുമോ? പണി കുറെ ചെയ്തതാ, വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ഇരിക്കും, അടുത്ത വർഷത്തേക്ക് നമുക്ക് നോക്കാം. നമ്മൾ അങ്ങനെ പറയാ, നമുക്കൊക്കെ കിട്ടണമെന്നാ. പക്ഷെ ഉടനെ നമ്മെപ്പോലെയല്ല. അപ്പ പറഞ്ഞു, യെസ്, നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അങ്ങനെ ഈ പപ്പായും ഈ കുഞ്ഞും ഈ ട്രീയുമായിട്ട് വീടുകളിലേക്ക് പോവാണ്. അങ്ങനെ ആദ്യം ഒരു വീടിന്റെ മുന്നിൽ മുട്ടി. ആ വാതിൽ തുറന്നപ്പോൾ ആദ്യം വന്ന ദമ്പതികളുടെ വീടായിരുന്നു, ഭാര്യയും ഭർത്താവും. അവർ ഭയങ്കര വിഷമത്തില്ല. ഈ ട്രീ കണ്ട വഴിക്ക് ഭർത്താവ് പറഞ്ഞു, നിങ്ങളോടല്ലേ പറഞ്ഞത്, ഞങ്ങൾക്ക് ട്രീ വേണ്ട. അപ്പോൾ ഇവർ പറഞ്ഞു, ഇറ്റ്സ് എ സർപ്രൈസ് ഫോർ യു, നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ വന്നേക്കുന്നത്, ഈ ട്രീ ഫ്രീ ആണ്, നിങ്ങൾ എടുക്കണം. ഉടനെ ഈ ഭർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് രോഗാവസ്ഥയിൽ ക്യാൻസറില്ല, അതുകൊണ്ട് തന്നെ അവളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. ഈ രോഗാവസ്ഥയിൽ നിങ്ങൾക്ക് ക്രിസ്മസ് ഫീൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും ഇവർ നിർബന്ധിച്ചു, ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ്. ആ ട്രീ അവർ അവിടെ വെച്ചു. മെറി ക്രിസ്മസ്. ആ വീട് വിട്ടിറങ്ങി. ഉടനെ മുന്നോട്ട് പോയിട്ട് അടുത്തൊരു വീടിൽ വാതിൽക്കൽ മുട്ടി. ആ വാതിൽ തുറന്നു. അപ്പോൾ മുന്നോട്ട് വന്നത് വിധവയായിരുന്നു, മൂന്നാമത് വന്ന വിധവ പറഞ്ഞു, നിങ്ങളോടല്ലേ പറഞ്ഞത്, എനിക്ക് ക്രിസ്മസിന്റെ സന്തോഷമൊന്നുമില്ല, എൻ്റെ മോൾ കഴിഞ്ഞ വർഷം മരിച്ചു,
എല്ലാ വർഷവും ക്രിസ്മസ് ആകുമ്പോൾ എൻ്റെ കൈ കൊണ്ട് മെനഞ്ഞെടുത്ത വസ്ത്രം അവൾക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുമായിരുന്നു. ഈ വർഷവും ഞാൻ അവൾക്ക് വേണ്ടി കൈ കൊണ്ടൊരു വസ്ത്രം മെനഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവളത് സ്വീകരിക്കാൻ അവളില്ല. അവൾ കഴിഞ്ഞ വർഷം മരിച്ചു. അതുകൊണ്ട് എനിക്ക് ക്രിസ്മസ് ഫീലില്ല. ഉടനെ അകത്ത് കടന്ന് ഈ ട്രീ മേശമേൽ വെച്ചിട്ട് പറഞ്ഞു, ഇറ്റ്സ് എ സർപ്രൈസ് ഫോർ യു, ഇറ്റ്സ് എ ഫ്രീ ഫോർ യു. അതുകൊണ്ട് ഇതിവിടെ ഇരുന്നോട്ടെ, മേരി ക്രിസ്മസ്. അങ്ങനെ ആ വീടും വിട്ടിറങ്ങുക. വീണ്ടും മൂന്നാമത് ഒരു വാതിലിക്കൽ വന്ന് മുട്ടുകയാണ്. ഉടനെ ഈ ഷൗട്ട് ചെയ്ത യുവതിയാണ് തുറന്നത്. ഉടനെ ഇവരെ കണ്ട വഴിക്ക് തന്നെ ഷൗട്ടിങ് ആരംഭിച്ചു. നിങ്ങളോടല്ല പറഞ്ഞത് വേണ്ടെന്ന്, എത്ര പറഞ്ഞാലും കേൾക്കില്ലെന്ന് പറഞ്ഞു ഷൗട്ട് ചെയ്തു. ഉടനെ അകത്ത് കിടന്നിട്ട് അവളോട് പറഞ്ഞു, ഇതിന് പൈസയൊന്നും വേണ്ട, ഇത് നിങ്ങൾക്ക് ഫ്രീ ആണ്, ഇത് ആ മേശമേൽ ഇരുന്നോട്ടെ. എങ്കിലും അവൾ ഷൗട്ടിങ് തുടർന്നു. ഈ ഷൗട്ടിങ്ങിനിടയിലും ഈ പപ്പായും ഈ കുഞ്ഞും പറഞ്ഞു മേരി ക്രിസ്മസ്, വേഗം വിട്ട് ഇറങ്ങിപ്പോയി. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തി. ഉടനെ ഈ കുഞ്ഞുമോൾക്ക് ഭയങ്കര സന്തോഷം. കാരണം ട്രീ ഒക്കെ വിറ്റല്ലോ. പക്ഷേ പപ്പായുടെ മുഖത്ത് ഉള്ള സന്തോഷവും പോയി. ഉടനെ ഈ കുഞ്ഞുമോള് പപ്പായോട് ചോദിച്ചു, പപ്പായ്ക്കും ക്രിസ്മസ് ഫീൽ നഷ്ടപ്പെട്ടു? ഉടനെ പപ്പ മോളോട് പറഞ്ഞു, മോളെ ഈ ട്രീ വിട്ടിട്ട് വേണമായിരുന്നു നിനക്ക് ഈ ക്രിസ്മസിന്റെ ഭക്ഷണം ഒന്ന് വാങ്ങിത്തരാൻ. ഇന്ന് ഭക്ഷണം വാങ്ങിക്കാൻ പപ്പായുടെ കയ്യിൽ പൈസയില്ല. അങ്ങനെ ഈ പപ്പായുടെ വിഷമത്തിന്റെ ആ കോൺവെർസേഷൻ, സംഭാഷണം അതിന് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇതാ ഇവരുടെ വാതിലിക്കൽ ഒരു മുട്ട് കേൾക്കുകയാണ്. ഈ മുട്ട് കേട്ട് ഇവർ വാതിൽ തുറന്നപ്പോൾ ആ ദമ്പതികൾ വന്നിട്ട് പറഞ്ഞു, ഈ ഭക്ഷണം പപ്പായ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ക്രിസ്മസിന് ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണമാണ്, ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരികയാണ്, മേരി ക്രിസ്മസ്. ഞങ്ങൾക്ക് രോഗാവസ്ഥയിലെ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങൾ എണ്ണിക്കിടക്കുന്ന ഈ ഭാര്യയെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയും ഈ ട്രീ മേശപ്പുറത്ത് വയ്ക്കുകയും ആ ട്രീയിലേക്ക് ഞങ്ങൾ കുറെ സമയം നോക്കിയിരുന്നപ്പോൾ ഞങ്ങളുടെ ഭൂതകാലത്തിലെ ക്രിസ്മസിന്റെ നല്ല ഓർമ്മകളും പ്രത്യാശയുടെ ഓർമ്മകളും നിങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ നിരാശയൊക്കെ മാറി. ഞങ്ങൾക്ക് ജീവിതം കുറച്ചേ ഉള്ളെങ്കിലും പ്രത്യാശയുണ്ട്. ഈ ക്രിസ്മസ് പിറവി ഉണ്ണീശോയുടെ ജനനമാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഞങ്ങൾ വീണ്ടും എത്തിച്ചേർന്നു. അതുകൊണ്ട് നിങ്ങളോടാ നന്ദി പറയേണ്ടത്. ഞങ്ങൾ സമ്മാനമായി നൽകുന്ന ഈ ഭക്ഷണം നിങ്ങൾ എടുക്കണം, നിങ്ങളിത് കഴിക്കണം. മേരി ക്രിസ്മസ്. അവർ പോയി. അങ്ങനെ ഈ കുഞ്ഞുമോൾക്ക് പപ്പ ഈ ഭക്ഷണം കൊടുക്കുക. പക്ഷെ കുഞ്ഞുമോൾ കഴിക്കുന്നുണ്ടെങ്കിലും പപ്പ കഴിക്കുന്നില്ല. മോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ചോദിച്ചു, അപ്പാ ഭക്ഷണം കിട്ടിയില്ലേ, പിന്നെ എന്നാത്തിനാ ഈ വിഷമിക്കുന്നേ, മുഖത്ത് സന്തോഷമൊന്നും ഇല്ലല്ലോ. ഉടനെ പപ്പ പറഞ്ഞു, മോളെ ഈ ദിവസം നല്ലൊരു ഉടുപ്പ് നിനക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ, പക്ഷെ പൈസയില്ല. ഭക്ഷണം കിട്ടി, പക്ഷെ മോൾക്ക് ഉടുപ്പ് വാങ്ങാൻ പൈസയില്ല. അങ്ങനെ സംഭാഷണം നീളുന്നു. ഈ മോൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ വാതിൽക്കൽ രണ്ടാമതൊരു മുട്ട്. ആരായിരിക്കും? ഉടനെ ഈ കുഞ്ഞുമോൾ പോയി വാതിൽ തുറന്നപ്പോൾ വന്നത് ആ വിധവയാണ്. വിധവ വന്നിട്ട് പറഞ്ഞു, മേരി ക്രിസ്മസ്, ഇതാ ഈ കുഞ്ഞുമോൾക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കൈ കൊണ്ട് നെയ്തെടുത്ത ഉടുപ്പാണ്. എൻ്റെ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ വലിയ വിഷമത്തില. കഴിഞ്ഞ വർഷം അവൾ മരിച്ചുപോയി. ക്രിസ്മസ് ഫീൽ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരികയും ഈ ട്രീ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് മേരി ക്രിസ്മസ് പറഞ്ഞ് കടന്നു പോവുകയും ചെയ്തു. ഉടനെ ഇപ്പോഴെനിക്കൊരു ബോധ്യമുണ്ട്, അവൾ മരിച്ചെങ്കിലും ഇപ്പോഴും അവൾ എൻ്റെ കൂടെയുണ്ട്. തിരുപ്പിറവിയുടെ ഉണ്ണീശോയുടെ ചിത്രം ആ ധ്യാന വിഷയമാക്കുമ്പോൾ ഇപ്പോഴും അവൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീലുണ്ട്. ഏതായാലും നിരാശയിലെ, വേദനയിലെ, ഒറ്റപ്പെടലിലെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പറയാതെ കടന്നു വന്നുകൊണ്ട് മേശപ്പുറത്ത് വെച്ച ട്രീ എനിക്ക് സന്തോഷവും പ്രത്യാശയും നൽകി. അതുകൊണ്ട് ഞാൻ നെയ്തെടുത്ത ഈ ഉടുപ്പ് ഇത് ഈ കുഞ്ഞുമോൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അപ്പാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മേരി ക്രിസ്മസ്, ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും അവർ കടന്നു പോവുകയാണ്. വാതിലടയുകയാണ്. പ്രിയമുള്ളവരെ, കുഞ്ഞുമോൾക്ക് ഈ പപ്പായ ഉടുപ്പ് കൊടുത്തപ്പോഴും പപ്പായുടെ മുഖത്ത് സന്തോഷമില്ല. അപ്പോൾ വീണ്ടും അവൾ ചോദിച്ചു, ഇപ്പൊ ഭക്ഷണം കിട്ടി പപ്പ, ഒപ്പം തന്നെ വസ്ത്രം കിട്ടി, പിന്നെ എന്തുകൊണ്ടാ പപ്പ വിഷമിച്ചിരിക്കുന്നത്? ദരിദ്ര കുടുംബം, വാടകയ്ക്കാണ് താമസിക്കുന്നത്. പല നാൾ വാടക നീട്ടി അവസാന ചാൻസും കഴിഞ്ഞ ദിവസമാണ് ഈ ദിവസം. അതുകൊണ്ട് വാടകയ്ക്കാരൻ എപ്പോഴെങ്കിലും വരും, ഇറങ്ങിപ്പോകാൻ പറയും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പപ്പായ്ക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പൈസയില്ല. പ്രിയമുള്ളവരെ, സംഭാഷണം നീളുന്നതിനിടയിൽ ഇതാ വീണ്ടും വാതിൽക്കൽ മുട്ട് കേൾക്കുന്നു. വാതിൽ തുറക്കുക. ഉടനെ ഈ പപ്പ തുറന്നു നോക്കിയപ്പോൾ ആജാനുബാഹുവായിട്ടുള്ളൊരു മനുഷ്യൻ, മറ്റാരുമല്ല ഈ വീടിന്റെ ഉടമസ്ഥൻ, വളരെ ഷൗട്ട് ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് കിട്ടിയ ലാസ്റ്റ് ചാൻസ് ഇന്ന് അവസാനിക്കുക, പൈസയുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. കുറെ ഷൗട്ട് ചെയ്തു, എത്രയോ നാളുകളായി നിങ്ങൾക്ക് നീട്ടി തരുന്നു,
പക്ഷെ ഇത് അവസാന ദിവസമാണ്. അതുകൊണ്ട് ഇനി തരാനില്ലെങ്കിൽ ഈ രാത്രി തന്നെ നിങ്ങൾ ഈ ഭവനം വിട്ടിറങ്ങണം, ഈ ഭവനം വിട്ട് പോകണം. ഇനി ഇവിടെ താമസിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഭയങ്കര ഷൗട്ടിങ്ങില്ല. ഉടനെ ഈ പപ്പ ആ മനുഷ്യനോട് പറഞ്ഞു, ഇന്നത്തേക്ക് കൂടി ഒരു ഇളവ് തരാൻ, കാരണം ഇന്ന് ക്രിസ്മസ് രാവാണ്, ഇന്ന് ഞങ്ങൾ ഇറക്കി വിടരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് യാചിക്കുമ്പോൾ ഈ ആജാനുബാഹുവായ മനുഷ്യനെ തേടി ഇതാ ഭാര്യ കടന്നു വരികയാണ്. ഭാര്യ കടന്നു വന്നിട്ട് ഈ അകത്തേക്ക് കടക്കുമ്പോൾ കണ്ടത് ഈ പപ്പായെയും മകളെയും. ഈ ഭാര്യ മറ്റാരും ആയിരുന്നില്ല, ആ യുവതിയായിരുന്നു. ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരില് ഡൈവോഴ്സിന്റെ വക്കിലെത്തിയ മണിക്കൂറായിരുന്നു. ആ മണിക്കൂറിൽ ക്രിസ്മസ് ഫീൽ അവൾക്ക് നഷ്ടപ്പെട്ടതാ. അതുകൊണ്ട് ആ ട്രീ വാങ്ങാൻ തരുന്നത്. ഈ പപ്പായും മകളും ഈ യുവതിയുടെ വീട്ടിൽ പോകുമ്പോൾ ഈ ഭർത്താവ് റൂമിലുണ്ടായിരുന്നു. വടക്കടിച്ച് രണ്ട് റൂമിലായിരിക്കുകയായിരുന്നു. അവിടെയും ഷൗട്ട് ചെയ്തിട്ട് ഇറക്കി വിട്ടപ്പോഴും ഈ ട്രീ അവിടെ വെച്ചു കൊടുത്തു. എന്നിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, ഈ സ്ത്രീ, ചേട്ടാ ഈ ട്രീ ആണ് നമ്മെ വീണ്ടും ഒരുമിപ്പിച്ചത്. പ്രത്യാശ നഷ്ടപ്പെട്ട, വഴക്കടിച്ചിരിക്കുന്ന ചെറിയ കാരണത്തിന്റെ പേരിൽ പരസ്പരം ഭിന്നിച്ച അവസ്ഥയിലെ ഈ ട്രീ ക്രിസ്മസ് ഫീൽ നൽകി. അതിന് കാരണക്കാരെ ഈ പപ്പായും ഈ മകളുമായിരുന്നു. ഉടനെ ഷൗട്ട് ചെയ്ത ആ ആജാനുബാഹുവായ മനുഷ്യന് മുഖമൊക്കെ മാറി, വളരെ എളിമപ്പെട്ട്. എന്നിട്ട് അവസാനം ഈ പപ്പായോടും മകളോടും പറഞ്ഞു, ഇനി വാടക തരണ്ട, ഇതുവരെയുള്ള വാടകയൊന്നും നിങ്ങൾ തരണ്ട. എന്ന് മാത്രമല്ല, ഇനി ഇന്നു മുതൽ അങ്ങോട്ട് വാടകയില്ലാതെ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഈ ഭവനത്തിൽ താമസിക്കാം എന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവം ക്രിസ്മസിന് ഒരുക്കമായിട്ട് മുമ്പിലിടുമ്പോ സന്ദേശത്ര തന്നെയാണ്. ക്രിസ്മസ് ഈസ് നോട്ട് റിസീവിങ് ബട്ട് ഗിവിങ്. ക്രിസ്മസ് എന്ന് പറയുന്നത് അത് വാങ്ങിച്ചു കൂട്ടലല്ല, അത് കൊടുത്തു തീർക്കല. നമുക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ ഇരിക്കേണ്ടവൻ, സ്വർഗത്തിന്റെ സന്തോഷം പേറി അവിടെ ആയിരിക്കേണ്ടവൻ ഇതാ സ്വർഗം വിട്ടിറങ്ങി തന്നോട് തന്നെയുള്ള സമാധാനം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച മനുഷ്യനായി മനുഷ്യരുടെ നമ്മുടെ ഇടയിൽ വസിച്ചുവെങ്കിൽ ഇന്നും ഗോതമ്പത്തിന്റെ രൂപത്തിൽ ചെറുതായിക്കൊണ്ട് ദിവ്യകാരുണ്യത്തിലൂടെ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുമ്പോ പ്രിയമുള്ളവരെ, ഇതല്ലേ കൊടുക്കലിന്റെ അനുഭവം, ഇതല്ലേ കൊടുത്തു തീർക്കലിന്റെ അനുഭവം. എന്നിട്ട് ആ നാഥന്റെ പാത പിന്തുടരുന്ന ഞാനും നിങ്ങളും ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോ സ്നേഹമുള്ള ദൈവമക്കളെ തിരിച്ചറിയുക, ക്രിസ്മസ് ഈസ് നോട്ട് റിസീവിങ് ബട്ട് ഗിവിങ്. കൊടുക്കലാണ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 2:18 നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. ബെത്ലഹേം എന്ന വാക്കിനർത്ഥം അറിയോ? അപ്പത്തിന്റെ നഗരം. ബെത്ലഹേം എന്ന വാക്കിനർത്ഥം അപ്പത്തിന് നഗരം. അപ്പത്തിന് നഗരത്തിൽ പിറന്നവൻ എന്തിനു വേണ്ടിയാണ് അവിടെ പിറന്നത്? അപ്പമാകാനാ പിറന്നത്. അപ്പത്തിന്റെ നാട്ടിൽ പിറന്നവൻ, അപ്പമാകാൻ വിളിക്കപ്പെട്ടവൻ ഇന്ന് ദിവ്യകാരുണ്യത്തിലൂടെ അപ്പമായി വരുമ്പോൾ അതും ഒരു കൊടുത്തു തീർക്കലല്ലേ? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൊടുത്തു തീർക്കാം. എന്നിട്ട് പൗലോസ്ലിയായ പോലെ പറയാൻ പറ്റണം, മരണത്തിന് വക്കിലെ പ്രയോജനരഹിതനായ ദാസൻ കടമ നിർവഹിച്ചതേയുള്ളൂ. എങ്ങനെ? പ്രയോജനരഹിതനായ ദാസൻ കടമ നിർവഹിച്ചതേയുള്ളൂ. ഞാനേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ക്രിസ്മസ് ആണെങ്കിൽ എൻ്റെ ഒരു പ്രശ്നം, ഈ മരണ ചിന്തയൊക്കെ കയറി വരും. ഈ മരണത്തിന് മുൻപില്, മരണത്തിന് വക്കീൽ കിടക്കുമ്പോൾ നമുക്ക് എന്നതാ സന്തോഷം നൽകുക? എന്തോർമ്മകളാ സമാധാനം നൽകുക? ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യം, ഞാൻ എൻ്റെ ഭൂതകാലത്തിൽ ജീവിതത്തിൽ ചെയ്ത നന്മകളുടെ ഓർമ്മകളുണ്ടല്ലോ, അതാണ് എൻ്റെ മരണക്കിടക്കയിൽ എനിക്ക് സമാധാനവും സന്തോഷവും നൽകുള്ളൂ. ബാക്കി ഒന്നും സമാധാനവും സന്തോഷവും നൽകില്ല. ഞാൻ മൂലം ആ കുടുംബം രക്ഷപ്പെട്ടു, ഞാൻ മൂലം ആ വ്യക്തി ജീവിതം രക്ഷപ്പെട്ടു, അവരെന്നെ ഓർത്തില്ലെങ്കിലും നമ്മൾ അവരെ ഓർക്കല്ലോ. ഈ മരണത്തിന്റെ ആ സമയത്ത് നമ്മൾ ചെയ്ത നന്മകള് നമുക്ക് സമാധാനത്തോടെ മരിക്കാൻ, സന്തോഷത്തോടെ മരിക്കാൻ നമുക്ക് കൃപ നൽകും. നമുക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതിന് വേണം പ്രിയമുള്ളവരെ, വേണ്ട കൃപ കൊടുത്തു തീർക്കല. എന്റെ ജീവിതം, എന്റെ സമയം, എന്റെ കഴിവ്, എന്റെ ആരോഗ്യം, എന്റെ സമ്പത്ത് എല്ലാം കൊടുത്തു തീർക്കണം. നീ എല്ലാം കൊടുത്തു തീർക്കണം. നമുക്ക് ബെത്ലഹേം വരെ പോകാം. എന്നിട്ട് നമ്മൾ പാടാറുണ്ട്, ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, അല്ലെ? ഇത്ര സ്നേഹിക്കാൻ. എങ്ങനെ? അവൻ സ്വർഗത്തിലിരിക്കാതെ നമ്മുടെ ഇടയിൽ വന്ന് അവസാന യുഗാന്തി വരെ നമ്മോടൊപ്പം ആയിരിക്കാൻ അവൻ അപ്പമായി, അപ്പത്തിന്റെ നഗരത്തിൽ പിറന്നവൻ അപ്പമായിട്ട് അവൻ തന്നെ തന്നെ പകുത്തു കൊടുത്തപ്പോ അതിനെ വിളിക്കുന്ന പേരാ ക്രിസ്മസ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ എന്നാ ക്രിസ്മസ്? എന്നാ ക്രിസ്മസ്? എന്നാ ക്രിസ്മസ്? പറയ്. നന്മകൾ ചെയ്യുമ്പോഴാണ് ക്രിസ്മസ്. എന്നാ ക്രിസ്മസ്?
കൊടുക്കുമ്പോഴാണ് ക്രിസ്മസ്. അതെ, അപ്പം അതാണല്ലോ കഥയിൽ കേട്ടത് സംഭവം. എന്നാണ് ക്രിസ്മസ്? എന്നാ ക്രിസ്മസ് ആഘോഷിക്കുക? നമ്മൾ സ്നേഹമുള്ളവരെ പാരമ്പര്യമായിട്ട് കൊണ്ടുവന്ന ചില ചിന്താധാരകൾക്കൊക്കെ ഈ കാലഘട്ടത്തിൽ ഒരു തിരുത്തിയെഴുത്ത് വേണമെന്നേ. യേശു ജനിക്കുന്നതിന് ക്രിസ്മസ് ആണെങ്കിൽ ഇന്ന് ദിവ്യകാരുണ്യത്തിലെ പുരോഹിതനായി ഞാൻ അല്പസമയം മുമ്പ് ഈശോയെ കരങ്ങളിലെടുത്തു. സ്വർഗത്തിലിരുന്നവൻ ഇതാ കരങ്ങളിൽ പിറന്ന ക്രിസ്മസ് അനുഭവം എനിക്കുണ്ട്. ഈ കരങ്ങളിൽ അവൻ പറന്നിട്ടുണ്ട്. ഈ കരങ്ങളിലൂടെ ഞാൻ ഹൃദയത്തിലേക്ക് അവനെ സ്വീകരിച്ചതാ അപ്പത്തിന്റെ രൂപത്തിൽ. അപ്പൊ ഹൃദയത്തിൽ വന്നപ്പോ ടുഡേ ഈസ് മൈ ക്രിസ്മസ്. ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ നിങ്ങളുടെ നാവിലേക്ക് ഈശോയെ നൽകിയപ്പോ നിങ്ങൾക്കും ക്രിസ്മസാ. എന്ന് വെച്ചാല് ഞാൻ പറയും, ഡിസംബർ 25 വേണ്ടി കാത്തിരിക്കുന്ന, വേഴാമ്പൽ മഴയ്ക്ക് പോലെ കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കാതെ ഓരോ ബലിയിലും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ പറയാൻ പറ്റണം, ടുഡേ ഈസ് മൈ ക്രിസ്മസ് ഡേ. പറ്റുമോ നമുക്ക്? ഡിസംബർ 25 വേണ്ടി പള്ളികൾ ഒരുങ്ങുക. അച്ഛന്മാരെ വിളിക്കുക, അച്ഛൻ കുമ്പസാരിക്കാൻ വരാവോ? കുമ്പസാരിപ്പിക്കുക. കാരണം ഭയങ്കര തിരക്കാ. സമയം അതിക്രമിച്ചാലും പരാതിയില്ല. എത്ര ദിവസം വേണമെങ്കിലും എത്ര സമയം എടുത്താലും പരാതിയില്ല. രാത്രി 10 വരെയും കുമ്പസാരം നീളും. കാരണം ക്രിസ്മസിന്റെ കുമ്പസാര. പ്രിയമുള്ളവരെ, അത് ഡിസംബർ 25 ഒതുക്കാതെ ആ ഒരുക്കം എനിക്ക് ഓരോ ബലിയർപ്പണത്തിന് മുമ്പിൽ ഉണ്ടെങ്കിൽ അവിടെയാ ക്രിസ്മസ് അനുഭവം. നമുക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഞാൻ പറയും, ഓരോ ബലി കഴിഞ്ഞും അൾത്താര വിട്ടു പോകുമ്പോ ടുഡേ ഈസ് മൈ ക്രിസ്മസ് ഡേ. കാരണം ഈശോ ദിവ്യകാരുണ്യമായി എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ എന്നിട്ട് ഈശോയെയും വഹിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ മുഖത്ത് ഈശോയുടെ മുഖം ഞാൻ കാണുമ്പോൾ അതും ക്രിസ്മസ് മൊമെന്റാ. കാരണം അപരനിൽ ഈശോയെ കാണുന്നതും അവിടെ ഒരു ജനനമുണ്ട്. അതാണ് ക്രിസ്മസ്. അവിടേക്ക് മദർ തെരേസ ക്രിസ്മസിന് പുതിയൊരു ചിത്രം കൊടുത്തത്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ട് ഡിസംബർ 25 എന്ന് പറയുന്നത് നല്ലതാ. പക്ഷേ അതിനപ്പുറത്ത് ഓരോ ബലി കഴിയുമ്പോഴും എനിക്ക് ക്രിസ്മസ് ആണെന്ന് ചങ്കില് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ? അവിടെയാ ശരിക്കും ക്രിസ്തു ജനിക്കുന്നത്. അല്ലെങ്കിൽ അടുത്ത വർഷവും ക്രിസ്മസിന് വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കും, വേഴാമ്പൽ മഴയ്ക്ക് കാത്തിരിക്കുന്ന പോലെ. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ ചിന്തയോട് ചേർത്ത് ഇങ്ങനെ ധ്യാനിക്കുക. ഈശോ എവിടെയാ പ്രസവിച്ചേ? ഈശോ എവിടെയാ പ്രസവിച്ചേ? കാലിത്തൊഴുത്തിൽ പ്രസവിച്ച് എവിടെ കിടത്തിയേ? പുൽത്തൊട്ടിയിൽ കിടത്തി. എന്തുകൊണ്ട് കാലിത്തൊഴുത്തിൽ പ്രസവിച്ച് പുൽത്തൊട്ടിയിൽ കിടത്തി? പക്ഷേ ഈ ഉച്ച നേരം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇപ്പം ഞാൻ എന്താ പറയുക? അതിനുള്ള ദൈവശാസ്ത്രം ഞാൻ പഠിച്ചിട്ടില്ല. കാലിത്തൊഴുത്തിൽ പ്രസവിച്ച് പുൽത്തൊട്ടിയിൽ കിടത്തി. എന്താ ഈ കാലിത്തൊഴുത്ത് തന്നെ ഈശോ തിരഞ്ഞെടുത്തത്? പറക്കാനായിട്ട് സ്വർഗം തിരഞ്ഞെടുത്തത്? വേറെ സ്ഥലമൊന്നുമില്ലേ? ബൈബിൾ പറയും സത്രത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല എന്ന്. പുറമ്പോക്കുണ്ട്, വിജന പ്രദേശങ്ങളും എത്രയോ മലയോരങ്ങൾ, ഇടുക്കുകളൊക്കെ ഉണ്ട്. ഞാൻ നാട് പോയിട്ട് കണ്ടിട്ടുമുണ്ട്. എന്നൂടെ കാലിത്തൊഴുത്തിൽ പ്രസവിച്ച് പുൽത്തൊട്ടിയിൽ കിടത്തിയ വല്ല ഉത്തരണ്ട? അച്ഛൻ തന്നെ പറഞ്ഞാ നമ്മൾ എളിമപ്പെട്ടുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുക. ഈ എളിമ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലോ എത്രയോ അപസ്വരങ്ങളൊക്കെ മാറിപ്പോകുന്നറിയോ? എന്തുകൊണ്ടാണ് കാലിത്തൊഴുത്തിൽ പ്രസവിച്ചേ പുൽത്തൊട്ടിയിൽ കിടത്തിയ? എനി ആൻസർ? ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി, അല്ലെങ്കിൽ ഇങ്ങനെ പോകും. എളിമ, തുടങ്ങിയ എളിമ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെറുപ്പം മുതലേ ക്രിസ്മസിന് വ്യാഖ്യാനത്തിൽ കാലിത്തൊഴുത്തിൽ പറഞ്ഞത് എളിമ കൊണ്ടാണ്. അന്നത്തെ എൻ്റെ കുരുട്ട് ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ്. എളിമ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തൊഴുത്തിൽ തന്നെ വേണം പറക്കണത്. അപ്പോൾ ചിലർ പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും വരാനുള്ളൊരു സാധ്യതയ്ക്ക് വേണ്ടിയാ ഇന്നത്തെ യൂത്ത് തൊഴുത്തിൽ കിടക്കുമോ? ആ 7 അയലക്കത്തില്ല, പിന്നെ എല്ലാവരും വരണ സാധ്യത. എൻ്റെ കുരുട്ട് ബുദ്ധിയിൽ അന്നൊന്നും എനിക്കിതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വ്യാഖ്യാനങ്ങളാണ്. എൻ്റെ ബുദ്ധിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ? അതിനെ ഞാൻ സ്വീകരിക്കത്തുള്ളൂ. ദൈവശാസ്ത്രത്തിൽ നിന്ന് അകലാതെ, സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിൽ നിന്ന് അകലാതെ എൻ്റെ ബുദ്ധിക്ക് സന്തോഷം നൽകുന്ന വ്യാഖ്യാനങ്ങൾ ഞാൻ സ്വീകരിക്കാറുള്ളൂ. അല്ലാത്ത ഞാൻ പറയാറില്ല. 2 പറഞ്ഞു വെച്ചാ ഇനി അച്ഛൻ പറഞ്ഞേക്ക്. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ തൊഴുത്തിൻ്റെ ഘടന നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല അല്ലേ? പശുക്കൾ ഇവിടെ നിൽക്കുന്നു, അതിനുശേഷം കെട്ടിയിട്ടുണ്ടാവും, കഴുത്തിടാൻ മാത്രം അല്ലേ മുള വെച്ചിട്ട് അവിടെയും വെച്ചിട്ടുണ്ടാവും. ഒരു ചെറിയ ചാല് പോലെ. അതിലാണ് നമ്മൾ അപ്പുറത്തുനിന്ന് വൈക്കോലും പുല്ലൊക്കെ ഇടുക, വെള്ളമൊക്കെ കാടി വെള്ളമൊക്കെ വെക്കുക. യെസ് ഓർ നോ? പശു തൻ്റെ വിശപ്പ് മാറ്റാൻ വൈക്കോല് പുല്ലെടുക്കുന്നത് എവിടുന്നാ? ആ പുൽത്തൊട്ടിയിൽ നിന്നാണ് അല്ലേ? യെസ് ഓർ നോ? ഈശോയെ കിടത്തിയത് അവിടെയാ അല്ലേ? എന്ന് വെച്ചാൽ എൻ്റെ വ്യാഖ്യാനം, എൻ്റെ ബുദ്ധിക്ക് സന്തോഷം നൽകിയത് ഇങ്ങനെയാണ്. കന്നുകാലികൾ വിശപ്പ് മാറ്റാൻ പുൽത്തൊട്ടിയിൽ നിന്നും ഭക്ഷണം വൈക്കോലും പുല്ലും എടുക്കുന്നത് പോലെ 33 വർഷം കഴിയുമ്പോൾ മനുഷ്യകുലം മുഴുവൻ
എന്നെ ഭക്ഷണമായി സ്വീകരിക്കേണ്ടതിനെ മുന്നാസ്വാദനം കണക്കെ ഞാൻ പിറക്കേണ്ട അനുയോജ്യമായ ഇടം അത് പുൽത്തൊഴുത്ത. എൻ്റെ ബുദ്ധിക്ക് സന്തോഷം. കാരണം കന്നുകാലികൾ വൈക്കോലെടുക്കുന്നത് ആ പുൽത്തൊട്ടിയിൽ നിന്നാണ്. ഈശോയെ അവിടെ കിടത്തിയതും അവിടെ പിറന്നതും 33 വർഷം കഴിയുമ്പോൾ ഈ കന്നുകാലികൾ ഭക്ഷണം എടുക്കുന്ന പോലെ ഞാനും ഭക്ഷണമായി തീരാനുള്ളവനാണ്. എന്നിട്ട് ഈശോ പറയണേ, ഞാൻ ജീവന്റെ അപ്പമാ. യോഹന്നാൻ 6:51. എന്നെ ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, ഞാൻ ജീവന്റെ അപ്പമാ. ജീവന്റെ അപ്പമാകാൻ വിളിക്കപ്പെട്ടവൻ പിറക്കേണ്ട സ്വർഗം തിരഞ്ഞെടുത്ത ദ ബെസ്റ്റ് പ്ലേസ് അത് ഈ ലോകത്തിൽ വേറൊന്നുമല്ല, പുൽത്തൊട്ടി തന്നെയാ. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഉത്തരം ഇതാണ്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഞാനിങ്ങനെ ചിന്തിക്കുന്നു, സമയത്തിൻ്റെ കുറവുണ്ട്, നമുക്ക് ബൈബിൾ എടുക്കാം. മത്തായിയുടെ സുവിശേഷം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം എടുക്കരുന്ന് വായിക്കണം. 5 സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് ക്രിസ്മസ്. എടുക്കാം. മത്തായി 1:20 കിട്ടിയൊരു ഉറക്കം വായിച്ച്. മത്തായി 1:20. 5 സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് ക്രിസ്മസ്. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ച് ഇവിടെ ജോസഫിന് സ്വപ്നം ഉണ്ടാവുകയാണ്. ഒന്നാമത്തെ സ്വപ്നമാണ്. എന്താണ്? ഔസപിതാവിനോട് പറയാണ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കണം. ഇത് സ്വർഗത്തിന്റെ സ്വപ്ന. ഓക്കെ. ഇനി മത്തായി 2:12. മത്തായി 2:12. ഹെരോദോസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ആര്? തിരുകുടുംബം. വീണ്ടും സ്വപ്നം വരുന്നു, ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു, അത് നടപ്പാക്കുന്നു. അതും തിരുകുടുംബത്തിന് കിട്ടിയ സ്വപ്നമാണ്. രണ്ടാമത്തെ സ്വപ്നം 3 മത്തായി 2:13. അവർ പോയി കഴിഞ്ഞപ്പോ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി. വീണ്ടും ഔസേപിതാവിന് സ്വപ്നം വരുന്നു, സ്വർഗത്തിന്റെ സ്വപ്നമാണ്. ഈജിപ്തിലേക്കുള്ള പലായനം ഉടനെ ചെയ്യണം. ഔസേപിതാവ് തിരുക്കുടുംബവും അത് നിറവേറ്റിയാണ്. മൂന്നാമത്തെ സ്വപ്നവും സ്വർഗത്തിന് നിറവേറ്റുന്നു. 4 മത്തായി 2:19. ഹെരോദോസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. ഇതാ സ്വർഗത്തിന്റെ 4ാമത്തെ സ്വപ്നം. അതും തിരുകുടുംബം നടത്തുക, സാധിച്ചു കൊടുക്കുക, സഫലീകരിക്കുക. വീണ്ടും 5ാമത്തെ മത്തായി 2:22. മകൻ അർക്കലാവോസ് ആണ് പിതാവായ ഹെരോദോസിന്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടത്തേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലിയ പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെട്ടു. ഗലീലിയ പ്രദേശത്തേക്ക് പോകാൻ സ്വപ്നത്തിലെ മുന്നറിയിപ്പ് കിട്ടുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെ തിരുകുടുംബം അനുസരിക്കുന്നു. അപ്പൊ 5 സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് രക്ഷകന്റെ ജനനമെങ്കിൽ രക്ഷകന്റെ മരണം ഒരു സ്വപ്നത്തിലുണ്ട്. ആ സ്വപ്നം നമുക്ക് ധ്യാനിക്കാം. മത്തായിയുടെ സുവിശേഷം 27:19 എടുത്ത്. മത്തായിയുടെ സുവിശേഷം 27:19. അവിടെ പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് ഒരു സ്വപ്നം ഉണ്ടാവുന്നുണ്ട്. നമുക്ക് വായിക്കാം. മാത്രമല്ല, അവൻ ന്യായാസനത്തിങ്കിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ പീലാത്തോസിന്റെ ഭാര്യ അവന്റെ അടുത്തേക്ക് ആളയച്ച് അറിയിച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെ ക്ലേശിച്ചു. എന്നവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്വർഗത്തിന്റെ 5 സ്വപ്നങ്ങളും ഔസേപിതാവും ജ്ഞാനികളും സാക്ഷാത്കരിച്ചെടുത്ത് രക്ഷകൻ പിറന്നെങ്കിൽ സ്വർഗത്തിന്റെ ഒരു സ്വപ്നം അത് നിരസിച്ചപ്പോ, നിരാകരിച്ചപ്പോ രക്ഷകൻ കുരിശിലേറ്റപ്പെടുകയാ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും കുറിച്ച് സ്വർഗത്തിന് സ്വപ്നമുണ്ടെന്നേ ഇല്ലേ? നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാ. നിനക്ക് ശുഭവും ഭാവിയും വരുത്തുന്ന സ്വപ്നം, ആ പദ്ധതി. നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ സ്വപ്നം കാണാന്നേ. നമ്മൾ സ്വപ്നം കണ്ടിട്ട് അവസാനം ആ സ്വപ്നത്തിൽ ഉടക്കിക്കിടക്കാതെ
നമ്മൾ തമ്പുരാനോട്, തമ്പുരാനെ എൻ്റെ സ്വപ്നം ഇതാട്ടോ, ഇനി എന്നെ കുറിച്ച് നിന്റെ സ്വപ്നം എന്താ? ഭാര്യയെ ഉപേക്ഷിക്കാനായിട്ട് ഔസേപ്പ് പിതാവിനൊരു സാധ്യതയുണ്ട് അല്ലേ? ഔസേപ്പ് പിതാവിന് വേണമെങ്കിൽ ഭാര്യ ഉപേക്ഷിക്കാം, മറിയത്ത് ഉപേക്ഷിക്കാം, കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിക്കാം. അന്നത്തെ നിയമം അനുസരിച്ച് വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാണെന്ന് അറിഞ്ഞാലേ കല്ലെറിയണം, കല്ലെറിഞ്ഞ് അവളെ കൊല്ലണം, എന്നിട്ട് എറിഞ്ഞ കല്ലുകൊണ്ട് അവളെ കുഴിച്ചു മൂടണം. ഈ ഒരു സാധ്യത മുമ്പ്, അപ്പൊ ഉപേക്ഷിക്കാനുള്ള ഒരു സ്വപ്നം ഔസേപ്പ് പിതാവിന്റെ ഭാഗത്തുനിന്നുണ്ട്. അവൻ അത് ആഗ്രഹിക്കുന്നു, രഹസ്യമായി ഉപേക്ഷിക്കാം. പക്ഷേ മാലാഖ പറഞ്ഞു, എന്താണ്? ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. ഇതാ ഔസേപ്പ് പിതാവിന്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ, സ്വർഗത്തിന്റെ സ്വപ്നം അവളെ സ്വീകരിക്കാൻ. ഔസേപ്പ് പിതാവ് ഏതാ എടുത്തത്? പ്രിയമുള്ളവരെ, സ്വർഗത്തിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കുമ്പോ, സ്വർഗത്തിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ നീക്കി വെക്കുമ്പോ, അവിടെ സ്വർഗം നിനക്ക് മുൻപിൽ യുദ്ധം ചെയ്യാനുണ്ടാവും. ഒരു സംശയമില്ല. പുറപ്പാട് 14:14, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. സഫാനിയ 3:17, ഞാൻ യുദ്ധം ചെയ്യുന്ന കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ കൂടെയുണ്ട്, നിന്റെ കൂടെയുണ്ട്. സ്വർഗത്തിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ വകഞ്ഞു മാറ്റുമ്പോ അവിടെ ആരുണ്ടാവും? സ്വർഗം നമ്മുടെ ഒപ്പം ഉണ്ടാകും. അതാണ് തിരുകുടുംബം നമ്മെ പഠിപ്പിക്കുന്ന സത്യം. എന്നവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. എന്നാല് സ്വർഗത്തിന്റെ സ്വപ്നങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ അതിനെ തട്ടി നീക്കിയിട്ട് ഞാൻ എൻ്റെതായ സ്വപ്നങ്ങൾക്ക്, പീലാത്തോസിനോട് ഭാര്യയിലൂടെ മുന്നറിയിപ്പ് കിട്ടി, ആ നീതിമാനെ തൊട്ടുപോകരുത്, അവനെ പ്രതി സ്വപ്നത്തിൽ ഞാൻ ക്ലേശിക്കുക. സ്വപ്നത്തിൽ അറിയിപ്പ് കിട്ടിയിട്ടും പീലാത്തോസ് വഴങ്ങിയില്ല. സ്വന്തം ഇഷ്ടം അവനെ കുരിശിലേറ്റാനാ. അത് നടപ്പാക്കിയപ്പോ അത് രക്ഷകന്റെ മരണത്തിന് തുടക്കമാണ്. ഇനി ചിന്തിക്കാം, നമ്മുടേതായ സ്വപ്നങ്ങൾക്ക് സ്നേഹമുള്ളവരെ നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോ ക്രിസ്തു നമ്മിൽ മരിച്ചു കൊണ്ടിരിക്കും. നമുക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐ റിപ്പീറ്റ്, സ്വർഗത്തിന്റെ സ്വപ്നങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാതെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നിടത്ത് രക്ഷകൻ മരിക്കാൻ തുടങ്ങുന്നു. നോർക്ക പറഞ്ഞ ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ സ്വപ്നങ്ങൾ മുൻപിൽ ശക്തമായിട്ട് നിൽക്കെ അത് വേണ്ടെന്ന് വെച്ചിട്ട് നീ സ്വർഗത്തിന്റെ നിന്നെ കുറിച്ചുള്ള സ്വപ്നങ്ങൾക്ക് വേണ്ടി അത് നടപ്പാക്കാൻ നീ മുന്നോട്ടിറങ്ങുമ്പോ അവിടെ രക്ഷകൻ നിന്നിൽ ജീവിക്കുന്നു, രക്ഷകൻ നിന്നിൽ ജനിക്കുന്നു. നോർക്ക പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ 5 സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം മത്തായിയുടെ സുവിശേഷത്തിൽ അത് രക്ഷകന്റെ ജന്മമാണെങ്കിൽ ഒരു സ്വപ്നം കൊണ്ട് ആ രക്ഷകന്റെ മരണത്തിൽ അവസാനിക്കുക. നോർക്ക പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തമ്പുരാൻ മുമ്പിൽ ക്രിസ്മസ് നാളുകൾ 25 ദിനങ്ങൾ, അതിന്റെ 10 ദിനങ്ങൾ പിന്നിട്ടു. ഇനി ഒരു 15 ദിനങ്ങളാ. കൂടെ ഇരിക്കണം നീ, എന്നിട്ട് ധ്യാനിക്കണം. ആ രക്ഷകന്റെ ഉണ്ണീശോയുടെ മുൻപിൽ ഇരുന്നുകൊണ്ട്, ഈശോയെ എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്താ? നിന്റെ ജീവിതത്തിലേക്ക് രോഗം വന്നപ്പോ, ഒറ്റപ്പെടൽ വന്നപ്പോ, വേദന വന്നപ്പോ, കഷ്ടപ്പെടൽ വന്നപ്പോ നമ്മളൊക്കെ എഴുതി കുറിച്ചു. തമ്പുരാൻ എന്നെ മറന്നു, തമ്പുരാൻ എന്നോട് സ്നേഹമില്ല. ആരാ നിന്നോട് പറഞ്ഞേ? ആരാ നിന്നോട് പറഞ്ഞത്? പ്രിയമുള്ളവരെ, നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഒരു പക്ഷേ വലിയ സഹനാനുഭവത്തിന്റെ അവസാനത്തില കൃപയുടെ നീർച്ചാലിന്റെ സമൃദ്ധി കർത്താവ് നിന്നിലേക്ക് ഒഴുക്കത്തുള്ളൂ. യെസ് ഓർ നോ? വലിയ വരൾച്ചയ്ക്കൊടുവില ഒരു മഴപ്പെയ്ത്തിലൂടെ പുൽനാമ്പുകൾ അവിടെ വിരിയത്തുള്ളൂ. പറഞ്ഞ ഹല്ലേലൂയ. ഒരു വരൾച്ചയുടെ അനുഭവത്തിലൂടെ നീ പോകേണ്ടി വരും. അതിനവസാനത്തില ഒരു പെരുമഴയിലൂടെ ഇതാ പുൽച്ചെടികളും പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങത്തുള്ളൂ. പറഞ്ഞ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്വർഗത്തിന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഔസേപ്പ് പിതാവും ഒന്നാം സ്ഥാനത്ത് നിന്നപ്പോ പിന്നെ പ്രതിസന്ധികളിലൊക്കെ സ്വർഗം ഫൈറ്റ് ചെയ്യുക, സ്വർഗം പൊരുതുക. പ്രിയമുള്ളവരെ, ഇതാ ക്രിസ്മസ്. അതുകൊണ്ട് രക്ഷകൻ എന്നിലൂടെ ഇന്നലെ വരെ മരിക്കുകയായിരുന്നോ, അതോ രക്ഷകൻ എന്നിലൂടെ ജനിക്കുകയായിരുന്നോ? ചിന്തിക്കാം നമ്മുടെ ജീവിതാനുഭവം വെച്ചുകൊണ്ട്. ഒന്നോർക്കെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവസാനം ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ആരാധനയിലേക്ക് കടക്കുകയാണ്. വീട്ടിലെ നക്ഷത്രം ഇട്ടുണ്ടോ? ഇട്ടവരൊന്ന് കൈവയ്ക്കേ. ഇന്നലെ ഒരു ചേട്ടൻ പറഞ്ഞാച്ചാ, ഞാൻ ഡിസംബർ 24 നക്ഷത്രം ഇടാറുള്ളൂ, 25 ഊരിവയ്ക്കും ചെയ്യും. ബെസ്റ്റ്. കാലഘട്ടമൊക്കെ മാറി. നക്ഷത്രം ഇട്ടവരൊന്ന് കൈവയ്ക്കും. വീട്ടിലെ നക്ഷത്രം ഇട്ടവര്. ബാക്കിയുള്ളവർ കൈപ്പൊക്കാത്തവർ എന്നിടാനാ? ഇടണില്ലേ? മേരേച്ചിയെ എന്തിനാ നക്ഷത്രം വീട്ടിലിട്ടാണ്? മേരേച്ചോടല്ല, ഈ പേര് മേരേച്ചിനെ എനിക്കറിയാവുന്നതുകൊണ്ട് മുന്നേ അവക്കാരി ആയതുകൊണ്ടും മേരേച്ചിയുടെ പേര് പറഞ്ഞതാണ്. നിങ്ങൾ ഓരോരുത്തരും പേര് വിളിച്ചിട്ടാ. എന്തിനാ നിങ്ങൾ വീട്ടിൽ നക്ഷത്രം ഇട്ടേ?
ആരെ വഴികാട്ടി? യേശു യേശു പണ്ടേ ജനിച്ചതാ. നീ അവൻ വരണത് വിധിക്കാൻ വേണ്ടിയിട്ടാ, എന്നെ മുന്നറിയിപ്പായിട്ടാണ് നക്ഷത്രം. എന്തിനാ നിങ്ങൾ വീട്ടിൽ നക്ഷത്രം ഇട്ടേക്കണേ? ചിന്തിക്കേ, വെറുതെ ഒന്ന് ചിന്തിച്ചോടെ. ഈ പാതയല്ല നട്ടുച്ച പിന്നിടുമ്പോ ചുമ്മാ എന്തിനാ വീട്ടിൽ നക്ഷത്രം ഇട്ടേക്കണത്? അതും വില പിടിപ്പെടുന്നതും വില കുറഞ്ഞതും. ചിലർ പിശുക്കിയിട്ട് നക്ഷത്രം ഇടും, ചിലര് ആർഭാടത്തിൽ നക്ഷത്രം ഇടും, ചിലര് വീട് മുഴുവൻ നക്ഷത്രം ഇടണം, പരിസരം മുഴുവൻ. എന്തിനാ അതൊക്കെ ഇട്ടേക്കണേ? എന്നിട്ട് മറ്റു മതസ്ഥർ പറയും എന്തിനാ നമ്മൾ നക്ഷത്രം ഇടണേ? ചിന്തിച്ചിട്ടുണ്ടാ? യേശു അതിനിപ്പോ നേരത്തെ പറഞ്ഞത്, യേശു പണ്ടേ ജനിച്ചു. പക്ഷെ ഡിസംബർ 25 കഴിഞ്ഞാൽ നമ്മൾ നക്ഷത്രം ഊരി വയ്ക്കുകയും ചെയ്യും, ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നക്ഷത്രം ഇട്ടാലാണ് നമ്മൾക്ക് ഓർക്കുള്ളൂ. യേശുവിടെ ജന്മ മരണത്താൻ കുർബാനയിൽ എന്ന് തോർക്കണതാ. പ്രിയമുള്ളവരെ, നമ്മുടെ സുവിശേഷം വായിക്കുമ്പോൾ ജ്ഞാനികളെ വഴി നടത്തിയത് ആരാ? നക്ഷത്രം. ഇടയ്ക്ക് വെച്ച് അവരൊന്ന് കാല് വഴുതിപ്പോയി അല്ലേ? ഒക്കെ ശരിയാണെങ്കിലും അവർക്ക് മനസ്സിലായി, തിരിച്ചറിവ് വന്നു, രക്ഷകൻ ആ കൊട്ടാരത്തിലില്ല. തിരിച്ചു വന്നപ്പോഴും നക്ഷത്രം അവർക്ക് മുൻപേ നടന്നു. ഈ നക്ഷത്രം അവസാനം നിന്നൊരു പ്ലേസ് ഉണ്ട്. എവിടെയാ? പുൽത്തൊട്ടിയിലെ ഈശോ പിറന്നെടുത്ത് അത് നിന്നു. നക്ഷത്രം നിന്നപ്പോൾ ജ്ഞാനികൾക്ക് എന്തു മനസ്സിലായി? അവിടെയാണ് ക്രിസ്തു ഉള്ളത് അല്ലേ? ഇന്ന് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുമൊക്കെ വീട്ടിൽ നക്ഷത്രം ഉയർത്തുമ്പോ ഞാൻ നിങ്ങളുമൊക്കെ അറിയാതെ ലോകത്തോട്, എന്റെ സഹോദരങ്ങളോട്, സമൂഹത്തോട് വിളിച്ചു പറയുന്നുണ്ട്, ക്രിസ്തു ഇവിടെയുണ്ട്. അതാ അതിന്റെ അർത്ഥം. ക്രിസ്തു ഈ വീട്ടിലുണ്ട് എന്ന് പരസ്യമായി നിങ്ങൾ പോലും അറിയാതെ ഈ നക്ഷത്രം കെട്ടിയിട്ട് പറഞ്ഞിട്ട് നാളെ ചുമ്മാ വാക്കേറ്റവും കയ്യൊപ്പൊക്കെ ആണെങ്കിലോ അല്ലെ? നക്ഷത്രം ഉയർത്തിയുണ്ട്, പക്ഷെ അപസ്വരങ്ങളെ വീട്ടിനകത്ത് വരണത്. എന്തായിരിക്കും അതിന്റെ അർത്ഥം? ധൈര്യമാണ് സ്നേഹമുള്ളവരെ, സുവിശേഷത്തിനെതിരായിട്ടുള്ള സാക്ഷിയായിട്ട് മാറുന്നത്. യെസ് ഓർ നോ? ജ്ഞാനികളെ വഴി നടത്തിയ നക്ഷത്രം ഈശോ കിടന്നിടത്ത് നിന്നെങ്കിലേ ജ്ഞാനികൾ തിരിച്ചറിഞ്ഞു അവിടെ ഈശോ സാന്നിധ്യമുണ്ട്. ഇന്ന് എന്റെയും നിങ്ങളുടെയൊക്കെ വീടിന് മുൻപിലെ ഉമ്മറത്തൊക്കെ ഈ നക്ഷത്രം ഉയർത്തിയിട്ട് ഞാൻ സമൂഹത്തോട് അറിയാതെ പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തു രക്ഷകൻ എന്റെ ഭവനത്തിലുണ്ട്, എന്റെ ജീവിതത്തിലുണ്ട് എന്ന് പരസ്യമായിട്ട് നമ്മൾ പോലും അറിയാതെ പ്രഖ്യാപിക്കലാണ് എന്ത്? ഈ നക്ഷത്രം ഉയർത്തുന്നത്. ശരിയല്ലേ? ഈ അർത്ഥം ഇല്ലെങ്കിലും ഉണ്ടല്ലോ, നക്ഷത്രം വാങ്ങിക്കണ്ട കേട്ടോ, ഇടും വേണ്ട, പുട്ടി വെച്ചേക്ക്. ഇങ്ങനെ നമുക്ക് നക്ഷത്രം ചാർത്താൻ തുടങ്ങുമ്പോ നമ്മൾ ചെയ്യുന്നതിനൊക്കെ അർത്ഥം ഉണ്ടെന്നേ. ഇല്ലെങ്കിലൊക്കെ ഒരു ആചാരത്തിന്റെ കഴിഞ്ഞ വർഷം ഇട്ടു, ഈ വർഷം ഇട്ടു, ഓർമ്മ വെച്ച നാൾ മുതൽ ഇടുന്നു, ഇപ്പോഴും ഇടുന്നു, മരണം വരെ ഇടും, ഒരർത്ഥവും ഇല്ലെന്നേ. നീ പോലും പറയണേ ക്രിസ്തു ഭവനത്തിലുണ്ട്, ക്രിസ്തു ഭവനത്തിലുണ്ടെന്ന് നീ പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് നീ അവിടെ വഴക്കടിക്കുമ്പോ, നീ അവിടെ വെറുപ്പ് വെച്ച് സൂക്ഷിക്കുമ്പോ, നീ ഭിന്നതയിൽ വരുമ്പോ, നീ അപരനെ മാറ്റി നിർത്തുമ്പോ, നീ സഹായിക്കാതിരിക്കുമ്പോ, നീ സമൂഹത്തോട് പറയുന്നത് എതിർ സാക്ഷ്യമാണ്. ക്രിസ്തു ഉണ്ടെന്ന് പറയുകയും എന്നാൽ പ്രവൃത്തിയിൽ അത് ഇല്ലാതിരിക്കും. അപ്പൊ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ഇനി ചിന്തിക്കാൻ സ്നേഹമുള്ളവരെ, ഈ നക്ഷത്രം ഉയർത്തി നിർത്തിയിട്ട് ഇത്ര അർത്ഥം ഉണ്ടെങ്കിൽ അച്ഛാ മുമ്പ് പറയായിരുന്നെങ്കിൽ ഈ പണിക്ക് ഞാൻ പോവില്ലായിരുന്നു അച്ഛാ. ഇതിപ്പോ ആകെ പെട്ടുപോയല്ലോ അല്ലെ? അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാ? ഇത് ഉയർത്തും ചെയ്തു, അവസാനം ഇതിപ്പോ അവസാനം പെട്ടാപാടായി. അവർ പറഞ്ഞു ഹല്ലേലൂയ. വെറുതെ ക്രിസ്മസിന്റെ കുറച്ച് ചിതറിയ ചിന്തകൾ അച്ചിട്ട് തരികയാ. ആർക്കെങ്കിലും ഹൃദയത്തിലൊന്ന് തുളച്ചു കയറട്ടെ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അവസാനമായിട്ട് ഈ കന്നുകാലികൾ ഭക്ഷണം അത് വൈക്കോൽ അല്ലെങ്കിൽ പുല്ലാണല്ലേ? പുല്ല് വൈക്കോലാണ് അല്ലേ? കന്നുകാലിയുടെ ഭക്ഷണം ഈ പുൽത്തൊട്ടിയിലിരുന്ന ഭക്ഷണം പുൽത്തൊടുത്ത് അല്ലേ? വൈക്കോലിന്റെ പ്രത്യേകത എന്താ? അതിനടുത്ത ചോദ്യം. അച്ഛൻ്റെ ചോദ്യങ്ങളൊക്കെ രസകരമായ ചോദ്യങ്ങളാണ്. അച്ഛന് തന്നെ ബോധമില്ലാന്നാ തോന്നണേ. വൈക്കോലിന്റെ പ്രത്യേകത, ഈ പുല്ലിന്റെ പ്രത്യേകത എന്താ? ഉണങ്ങിയ പുല്ലിന്റെ അതെടുക്കും, ചവിട്ടി മതിച്ച് നെല്ലെടുക്കും. പിന്നെ വൈക്കോലിന്റെ പ്രത്യേകത കാറ്റത്ത് പറന്നു പോവും. പിന്നെ മലയാളികളിൽ മാറ്റം വരാൻ തുടങ്ങി. സാധാരണ വൈക്കോലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അച്ഛാ വൈക്കോലിന്റെ ഒന്നാമത്തെ പ്രത്യേകത അത് മേത്ത് തൊട്ടാ ചൊറിയും. നെഗറ്റീവ് അടിക്കുന്ന മലയാളികളാണ്. പക്ഷെ എന്തോ ഈ കമ്മ്യൂണിറ്റി നെഗറ്റീവ് അത്ര പറയാത്തവരോ, എല്ലാം പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അമ്മച്ചി പറഞ്ഞ വളരെ കറക്റ്റാണ്. ഞാനിങ്ങനെ വൈക്കോലിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊരു വീട്ടിൽ ഈ കറ്റയൊക്കെ കൊയ്ത് പണിക്കാരെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അവരിങ്ങനെ ജനലിൻ്റെ കമ്പിയും ഒക്കെ പിടിച്ചിട്ട് ഓരോ കറ്റ വെച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് കറ്റയുടെ തുമ്പത്ത് കിടന്നിട്ട് ഡിസ്കോ ഡാൻസ് കളിക്കും.
അപ്പൊ നമുക്കൊരു രസമാണ്. അപ്പൊ നമ്മളും വെച്ച് അതുമായി ചവിട്ടി മെതിച്ച് നോക്കും. തൊലിയൊക്കെ കാലമത്തെ പോയിന്ന് വരും, അത് വേറെ കാര്യം. എന്നാലും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, നമ്മൾ മെതിച്ചാൽ എല്ലാ നെൽമണികളും അതിർത്ത് പോയില്ല, കാരണം നമുക്ക് പ്രാക്ടീസ് ഇല്ല. അങ്ങനെ പ്രാക്ടീസായി നന്നായിട്ട് മെതിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് വൈക്കോലിൽ എന്ന ഒരു ജീവിതമാണെങ്കിൽ ഈ വൈക്കോല് ചവിട്ടി മെതിക്കപ്പെട്ടതാ. ശരിയല്ലേ? പലരാലും ചവിട്ടി മെതിക്കപ്പെട്ട ജീവിതത്തിന്റെ പ്രതീകമാണ് എന്ത് വൈക്കോല്. അപ്പൊ വൈക്കോലിൽ ഈശോയെ കിടത്തി എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെങ്ങനെ ധ്യാനിക്കുകയാണ്? ഒരു പക്ഷെ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം ചവിട്ടി മെതിക്കപ്പെട്ട പോലെയാകാം. പലരാലും ആരും മനസ്സിലാക്കുന്നില്ല, ഒറ്റപ്പെടുത്തുന്നില്ല. ജീവിതമാണെങ്കിൽ എന്നോട് സ്നേഹമില്ല, മക്കൾക്ക് എന്നോട് സ്നേഹമില്ല, മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, രോഗാവസ്ഥയിലാണ്, സഹനമാണ്, ദൈവം പോലും എന്നെ മറന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നിലേക്ക് ഉഴയുകയും എന്നിലേക്ക് പിന്തിരികയും ഒറ്റപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോ നീ വൈക്കോലിനെ ധ്യാനിക്കണം. കാരണം വൈക്കോൽ നൽകുന്ന ഒരു പാഠം, അത് ചവിട്ടി മെതിക്കപ്പെട്ട ജീവിതത്തിന്റെ പ്രതീക. ഈ വൈക്കോലിലാണ് രക്ഷകൻ പിറന്നതെങ്കിലേ ചവിട്ടി മെതിക്കപ്പെട്ട ജീവിതമേ നീ ഓർക്കണം. ചവിട്ടി മെതിക്കപ്പെട്ട ജീവിതാവസ്ഥയിൽ നീ കണ്ണീർ വാർക്കുന്നുണ്ടെങ്കിൽ രക്ഷകൻ പിറക്കാൻ സമയമായി. രക്ഷകൻ പിറക്കാൻ സമയമായി. പ്രത്യാശ അറ്റുപോകരുത്. നീ കണ്ണീർ തുടയ്ക്ക്, പ്രത്യാശയോടെ രക്ഷകന് വരവ് നീ കാത്തിരിക്ക്. ഇതും വൈക്കോൽ നൽകുന്ന ചെറിയ ബോധ്യമാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാ പ്രിയമുള്ളവരെ, അച്ഛൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ക്രിസ്മസിലേക്ക് ഈ അവിയൽ പരിവം കണക്കെ കുറെ ചിതറിയ ചിന്തകൾ വലിച്ചെറിഞ്ഞിട്ടിരിക്കുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയല്ല, ഇതൊക്കെ പറയുമ്പോഴും ഞാൻ എനിക്ക് വേണ്ടി ധ്യാനിക്കാൻ ഈ ആവേശം കാണിക്കുക. കാരണം എൻ്റെ വൈദ്യമന്ദിരത്തിൽ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പ്രിയമുള്ളവരെ, ഒന്ന്, ക്രിസ്മസ് ഈസ് നോട്ട് റിസീവിങ് ബട്ട് ഗിവിങ്. ക്രിസ്മസ് എന്ന് പറയുന്നത് കൊടുത്തു തീർക്കല, വാങ്ങിക്കൂട്ടലല്ല. എൻ്റെ മരണക്കിടക്കയിൽ പോലും എനിക്ക് സമാധാനം നൽകുന്നത് കൊടുത്തു തീർത്തതിൻ്റെ ഓർമ്മകളാണ്. സ്വരുക്കൂട്ടിയതിൻ്റെ ഓർമ്മകൾ എന്നെ ഭയപ്പെടുത്തും. ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെടുത്താൽ നീ സമ്പാദിച്ചത് ആരുടെയാ? ഭയപ്പെടുത്തുന്നതാ. കൊടുത്തു തീർക്കാൻ പറ്റട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ ചിന്തിക്കും, എൻ്റെ ശരീരത്തിൽ പാപമൊഴികെ ഈശോയെ ബാക്കിയെല്ലാം നിന്റെ ദാനമല്ലേ? എൻ്റെ ശരീരത്തിൽ പാപമൊഴികെ ബാക്കിയൊക്കെ ദാനമാണ്. ദാനമായി കിട്ടിയതാണെങ്കിൽ പ്രിയമുള്ളവരെ, ദാനമായിട്ടൊന്ന് കൊടുത്താൽ കൊല്ലത്തും അങ്ങനെ ചൊല്ലില്ലേ, കൊടുത്താൽ ഇതൊക്കെ അറിയാം, കാരണം മറുപടി. പക്ഷെ നമ്മൾ കൊടുക്കില്ല എന്ന് മാത്രം. പ്രിയമുള്ളവരെ, കൊടുത്തതിന് നല്ല അനുഭവങ്ങളാ. ഇന്ന് അച്ഛന് വണ്ടിയില്ല, വാഹനമില്ല, ഒന്നുമില്ല. പക്ഷെ എനിക്ക് വേണ്ടതൊക്കെ തക്ക സമയത്ത് ദൈവം കൃത്യമായിട്ട് ഒരുക്കിക്കൊണ്ട് ഒരു പോറലും ഒരു സമാധാനക്കേടില്ലാതെ ദൈവം എന്നെ സന്തോഷമായിട്ട് വഴി നടത്തുന്നുണ്ട്. ഒരു നാൾ കൊടുക്കുമ്പോൾ മറ്റൊരു നാളിൽ നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ ദൈവം വേറൊരുവിനിലൂടെ നമ്മിലേക്ക് സഹായമായിട്ട് വരും. നമുക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്മസ് സമാധാനത്തിന്റെ രാത്രിയല്ല. ക്രിസ്മസ് എല്ലാവരുടെയും സമാധാനം കെടുത്തിയ രാത്രിയാണ്. തിരുവുടമത്തിന് സമാധാനം പോയി. ഈജിപ്തിലേക്ക് പോകണമെന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉറങ്ങിക്കിടന്ന ആട്ടിടരുടെ സമാധാനം പോയി. ജ്ഞാനികൾ എത്രയോ ത്യാഗം സഹിച്ച രാത്രി അവരുടെ സമാധാനം ഇല്ല. രക്ഷകൻ എവിടെയാന്ന് പോലും അറിയില്ല. ലക്ഷ്യമില്ലാത്ത യാത്രയാ. ഇനി മറുവശത്ത് ഹെറോദോസിന്റെ സമാധാനം പോയി. അങ്ങനെ എല്ലാവരുടെയും സമാധാനം പോയി. ഒരുപാട് മാതാപിതാക്കന്മാരുടെ സമാധാനം പോയി. റാമായിലൊരു സ്വരം, വിലാപവും വല്ലുവടിയും, അല്ലെ? കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കൾ കരയുക. ഈശോയെ പ്രതി ഒരുപാട് മക്കള് ജീവൻ പണയപ്പെടുത്തിയ ആ രാത്രിയെ സമാധാനത്തിന്റെ രാത്രി എന്ന് വിളിക്കൂ. എന്നിട്ടും നമ്മൾ പാടും ശാന്തരാത്രി തിരുരാത്രി, അല്ലെ? ശാന്തരാത്രി എന്ന് ആര് പറഞ്ഞു? പ്രിയമുള്ളവരെ, ക്രിസ്തു ജനിക്കാൻ തുടങ്ങുമ്പോ സമാധാനം നഷ്ടപ്പെടും. ഇന്ന് ലോകത്തിന്റെ ഓരോ മുക്കുമൂല എടുത്താലേ ക്രിസ്തുവിന് വേണ്ടി നീ നിലപാടെടുക്കുമ്പോ നിന്റെ സമാധാനം നഷ്ടപ്പെടും. നീ മാറ്റം വന്ന് നീ പ്രാർത്ഥനയിലേക്ക്, കുദാശകളിലേക്ക്, തമ്പുരാനിലേക്ക് നീ അടുക്കുമ്പോ നിന്റെ സമാധാനം നഷ്ടപ്പെടും. അവിടെ സമാധാനം നഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നീ തമ്പുരാനിൽ നിന്ന് അകന്നു പോകരുതേ. ഇനിയുള്ള നാളുകളിൽ ആരൊക്കെയാണോ ഏതൊക്കെ ജീവിതങ്ങളാണോ തമ്പുരാനിലേക്ക് അടുക്കുന്നത് അവരുടെയൊക്കെ സമാധാനം പോവും, അല്ലേ? അച്ഛാ, വലിയ കുഴപ്പമില്ലാണ്ട് പോയത്, ഒരു ധ്യാനം കൂടി നന്നാവാന്ന് വിചാരിച്ചാ ഇപ്പൊ എല്ലാവരും നമുക്കെതിരായി. അവിടുന്ന് ഇവിടുന്നാണ് ചവിട്ട് കിട്ടാൻ തുടങ്ങിയത്. എന്താണെന്നറിയില്ല, കർത്താവിലേക്ക് അടുക്കുന്നു തുടങ്ങും. അച്ഛാ, അടിയുടെ ഈണം കൂടിക്കൊണ്ടിരിക്കുക. അല്ല, അനുഭവങ്ങളുണ്ടാ? സമാധാനം പോവും. സമാധാനം പോകുന്നിടത്താ രക്ഷകൻ പിറക്കാൻ സമയമായി എന്നുള്ള തിരിച്ചറിവ് നീ സ്വന്തമാക്കേണ്ടത്. അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ, ക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ നിന്റെയും എൻ്റെയും നമ്മുടെ ഒക്കെ സമാധാനം പോവും. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി നിലപാടെടുക്കാതിരിക്കുമ്പോൾ നീ ഇപ്പോൾ സമാധാനത്തിലൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോവും. ക്രിസ്തുവിന് വേണ്ടി നിന്റെ സമാധാനം നഷ്ടപ്പെടുന്ന നീ തയ്യാറാണോ? ഇത് അടുത്തൊരു വെല്ലുവിളിയാ. ക്രിസ്തുവിന് വേണ്ടി
എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം, ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാം, ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം, ഈശോയ്ക്ക് വേണ്ടി നന്മ ചെയ്യാം. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് നോ. ഇനിയുള്ള സിറ്റുവേഷൻ്റെ ഗ്രാവിറ്റി കൂടാൻ പോവുക. ഇനി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ പീഡനങ്ങളുടെ പരമ്പരകൾ അതിൻ്റെ ഗ്രാവിറ്റിയും കൂടി കൂടി വരാൻ പോവുക. സമാധാനം നഷ്ടപ്പെടാൻ പോവുക എന്ന് ചുരുക്കം. എന്നുവെച്ചാലേ യഥാർത്ഥ ക്രിസ്മസ് അനുഭവം ഈശോയെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ചാട്ടവാറാടി അനുഭവമാണ്. അതാണ് ശരിക്കുള്ള സമാധാനം. ഭൗതികമായിട്ട് സമാധാനക്കേടാണെങ്കിലും എന്താണ് അല്ലേ, ഈശോ ജനിച്ചപ്പോൾ എല്ലാവരുടെയും സമാധാനം പോയി. ഈശോയുടെ ജീവിതം നോക്കിയേ, മരണം വരെ നോക്കിയേ, എല്ലാവരുടെയും സമാധാനം പോയിക്ക. ഞാൻ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, വാള് വിഭജിക്കാനുള്ളതാ ഈശോയ്ക്ക് വേണ്ടി. ഉദാഹരണം, നിങ്ങളൊക്കെ ഈ വചനം കേട്ട് നല്ല തീരുമാനം എടുത്ത് ആരാധന അതൊക്കെ സമർപ്പിച്ച് ഇനി ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ ഭംഗിയായിട്ട് ജീവിക്കും. പള്ളിയിൽ നിന്ന് തന്നെ തുടക്കം, നാളെ കാലത്തോട്ട് പള്ളിയിൽ പോവും, എൻ്റെ ജോലികൾ. നാളെ വീട്ടുകാരിൽ നിന്ന് തന്നെ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും. അന്നേക്ക് ഒരു ധ്യാനം കൂടിയിട്ട് ഇന്നലെ അവർ പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. ഇപ്പം കണ്ടില്ലേ 24 hours പ്രാർത്ഥന, അത് ഇത്, സമാധാനം പോവും. അച്ഛനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. എല്ലാവരും എല്ലാ ചിന്തകളും എല്ലാവർക്കും ഉള്ളതല്ല. പക്ഷെ ഇതിൽ ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് കുറേ ബോധ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ബോധ്യങ്ങൾ അത് ദൈവം നിനക്ക് വേണ്ടി വിളമ്പിയതാ. നമുക്ക് ഈ ആരാധനയിൽ ആ ബോധ്യത്തെ സമർപ്പിച്ച് ഈശോയെ ഈ വചനത്തിലൂടെ കിട്ടിയ ബോധ്യങ്ങളെ ഓർത്ത് നന്ദി പറയാനും അപ്പോൾ ആ ബോധ്യങ്ങളിൽ ജീവിക്കാനും കൃപ നൽകണേ എന്നൊരു പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനയ്ക്കായിട്ട് മുട്ടുകുത്താം. ഗാനത്തോട് ചേർന്ന്